നമ്മൾ എടുക്കാൻ പോകുന്നത് ലെസൺ 3 അവർ ഫാമിലി പാർട്ട് 3. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചിന്നൂസ് ഓൺലൈൻ ലേണിംഗ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മള് ലെസൺ 3 ആയ അവർ ഫാമിലിയുടെ പാർട്ട് 3 ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഒരു വട്ടം കൂടി ഒന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഈ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം. ആദ്യം നിങ്ങൾക്ക് ഒരു പിക്ചർ കാണും, അത് ഒരു ഫാമിലി ട്രീയുടെ മോഡലാണ്. അതെങ്ങനെ ഫാമിലി ട്രീ ഉണ്ടാക്കാം എന്നുള്ളതാണ് അതിൽ ഞാൻ പറയുന്നത്. രണ്ടാമത്തെ പലതരത്തിലുള്ള ഫാമിലികളും അവയുടെ ഡെഫിനിഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്, അത് വായിക്കുക. ഇനി വരുന്ന ഇമേജ് ന്യൂക്ലിയർ ഫാമിലി എന്താണെങ്കിലും ആൾക്കാര് അതിന്റെ ഡെഫിനിഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് എക്സ്റ്റെൻഡഡ് ഫാമിലി, അതിൽ ആരൊക്കെയുണ്ട് അതിന്റെ ഡെഫിനിഷൻസ് എന്നുള്ളതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ജോയിന്റ് ഫാമിലി ആരൊക്കെയുണ്ട് അതിന്റെ ഡെഫിനിഷൻസ് അതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എല്ലാവരും നല്ലോണം പഠിക്കാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാമിലി, ഫോർമേഷൻ ഓഫ് എ ഫാമിലി ആയിരുന്നു. അപ്പൊ നമ്മൾ ന്യൂക്ലിയർ ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലി, ജോയിന്റ് ഫാമിലി അതിനെ കുറിച്ചുള്ള ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാല് ഫീച്ചേഴ്സ് ഓഫ് എ ഫാമിലി, ഫാമിലിയുടെ പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക. ഇതിൽ ഫീച്ചേഴ്സ് ഓഫ് എ ഫാമിലിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ഇമേജ് ഫീച്ചേഴ്സ് ഓഫ് ദ ഫാമിലി ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്ന ഇമേജസ് പല രാജ്യങ്ങളിലുള്ള പല ഫാമിലികളുടെ ഇമേജസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് യൂണിവേഴ്സൽ കാണിക്കാനാണ് ഞാൻ ആ പിക്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിനുള്ള എക്സാമ്പിൾ ആണ് അവിടെ. ഇനി വരുന്ന ഇമേജില് ഫീച്ചേഴ്സ് ഓഫ് ദ ഫാമിലി 4 ഉണ്ട്. യൂണിവേഴ്സൽ, ഇമോഷണൽ ബോണ്ട്, ലിമിറ്റഡ് സൈസ്, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അതിന്റെ ഡെഫിനിഷൻസും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം ലൈൻസ് മാത്രമേ നമ്മുടെ ടെക്സ്റ്റിലുള്ളൂ, അത് പഠിച്ചാൽ മതി. ഇത് പഠിക്കുന്ന നിർബന്ധമൊന്നുമില്ല, ഇത് വായിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാവരും വാച്ച് ചെയ്യുക, എന്നിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമ്മുടെ ആ ടോപ്പിക്കിന്റെ പിക്ചേഴ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നമുക്ക് ആ പിക്ചേഴ്സിലെ പലതരത്തിലുള്ള ഫാമിലികളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഫാമിലീസ് എക്സിസ്റ്റ് ഓൾ ഓവർ ദ വേൾഡ് irrespective of nation, language, etc. So family is universal. So ആദ്യത്തെ ഫാമിലിയുടെ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഫാമിലി ഈസ് യൂണിവേഴ്സൽ. അതായത് ഫാമിലി പല രാജ്യങ്ങളിലുണ്ട്. അത് ഓരോ രാജ്യങ്ങളിലും അവരുടേതായ ഭാഷകളുണ്ട്, അവരുടേതായ കൾച്ചർ, അങ്ങനെ പല രീതിയിലുള്ള വ്യത്യാസങ്ങളാണ്. ഓരോ രാജ്യത്തായാലും എവിടെയുള്ള ഫാമിലീസ് ആയാലും അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലെ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലിയെ യൂണിവേഴ്സൽ എന്ന് പറയാം. The next feature is emotional bond. Emotional bond എന്ന് പറയുമ്പോൾ ലവ്, അഫെക്ഷൻ, ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി. പലതരത്തിലുള്ള ഇമോഷൻസ്, ഇപ്പൊ മറ്റു ഫാമിലി മെമ്പേഴ്സിനോട് സ്നേഹം, അഫെക്ഷൻ, അതുപോലെ തന്നെ അവരെ കൂടുതൽ സേഫ്റ്റി, അവർക്ക് കൂടുതൽ സെക്യൂരിറ്റി നൽകുക. ഇപ്പോ അച്ഛൻ ആ കുട്ടിക്ക് എന്തെങ്കിലും സാധനം വാങ്ങി കൊടുക്കുക, അല്ലെങ്കിൽ ആ കുട്ടിയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുക. ലവ്, അഫെക്ഷൻ, ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി, അതാണ് ഇമോഷണൽ ബോണ്ട് എന്ന് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ ഫീച്ചർ. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നതാണ് ലിമിറ്റഡ് സൈസ്. ലിമിറ്റഡ് സൈസ്, എ ഫാമിലി വിൽ ഓൾവേസ് ഹാവ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഇറ്റ്സ് ഫാമിലി. ഒരു ഫാമിലിക്ക് അതിൽ കൊള്ളുന്നതനുസരിച്ചുള്ള ആവശ്യത്തിനുള്ള ആൾക്കാർ എന്ന് പറയുകയാണെങ്കിൽ ലെസ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ ഫാമിലി. കുറച്ച് മെമ്പേഴ്സ്, ഇപ്പോ എല്ലാ മെമ്പേഴ്സും ഒരുമിച്ച്, അതായത് ഫാമിലിയിൽ ഉണ്ടാവുക. ആ ഫാമിലിക്ക് പറ്റുന്ന രീതിയിൽ, ഇപ്പൊ ഫാമിലി സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ഫാമിലി ആണെങ്കിൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ ഫാമിലിക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കില്ല. ബേസിക് നീഡ്സ്, അതായത് ഫുഡ്, ക്ലോത്ത്, ഇങ്ങനെ കാര്യങ്ങളൊന്നും കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ കുറച്ച് പേരുണ്ടെങ്കിൽ ആ ഫാമിലിക്ക് എല്ലാവരുടെ കാര്യങ്ങളും നോക്കാനായിട്ടും എല്ലാവരുടെ ആഗ്രഹങ്ങളും ഒരേപോലെ സാധിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് മൂന്നാമത്തെ ഫീച്ചർ, അത് ലിമിറ്റഡ് സൈസ്. ഫോർത്ത് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അതായത് ക്യാരിങ് ഔട്ട് ഡ്യൂട്ടീസ്, അവനവന്റെ ജോലികള് അവനാൻ ചെയ്യുക, അതേപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുക, ഉത്തരവാദിത്ത ബോധം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നമ്മുടെ വീട്ടിലത്തെ കുക്കിംഗ് ചെയ്യുന്നത് മിക്ക വീടുകളിലും അമ്മമാരായിരിക്കും. ഒപ്പം നമ്മൾ സഹായിക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മുടെ പാരന്റ്സിനെ സഹായിക്കുക. അതേപോലെ തന്നെ നമ്മൾ നല്ലോണം പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഇത്
ഏതൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് എ ഫാമിലി? ഫസ്റ്റ് വൺ, യൂണിവേഴ്സൽ. Because of families exist all over the world, irrespective of nation, language, etc. So family is universal. Second feature is emotional bond among the members in the family is another important feature. അപ്പോൾ നമുക്ക് ഇമോഷൻ ബോണ്ട് മീൻസ് ലവ്, affection and feeling of security. Next one is limited size, means less number of members in a family. Next one is sense of responsibility, carrying out duties. ഇപ്പൊ നമ്മൾ ഫാമിലിയുടെ പലതരത്തിലുള്ള ഫീച്ചേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോ നമുക്ക് ഇവിടെ ഒരു ബോക്സ് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ അതായത് ഓരോ ജോലികളാണ്. കുക്കിംഗ്, ഗാർഡനിങ്, വാഷിംഗ് ക്ലോത്ത്സ്, ഷോപ്പിംഗ്, ക്ലീനിങ് ദ കോർട്ട്യാർഡ്. നമ്മുടെ വീട്ടില് ആരൊക്കെയാണ് ഇത് ചെയ്യുന്നത്? ഈ ഓരോ ജോലികൾ. അപ്പൊ നമ്മളതോടെ പൂരിപ്പിക്കാനാണ്. അതിൽ നമ്മളും കൂടിയും അവരെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ കുക്കിംഗ് നമ്മുടെ മദറാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവരെ സഹായിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നാണ് അർത്ഥം, ഉത്തരവാദിത്ത ബോധം. ദിസ് കൈൻഡ് ഓഫ് ജോയിന്റ് എഫേർട്സ് ആർ വെരി എസെൻഷ്യൽ ഫോർ ദ ഫാമിലി. ഇതേപോലുള്ള ഒത്തൊരുമയോട് കൂടിയുള്ള ജോലികൾ വളരെ നല്ലതാണ്. ഫാമിലി നല്ല രീതിയിൽ പോവാനായിട്ട് സഹായിക്കും. This sense of responsibility is an essential factor for keeping the family a permanent unit. എന്നും നിലനിൽക്കാനായിട്ട് ഈ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ ഫീച്ചർ വളരെ അത്യാവശ്യമാണ് ഫാമിലികൾക്ക്. ഇപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് ദ ഫാമിലി ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ്? യൂണിവേഴ്സൽ, ഇമോഷണൽ ബോണ്ട്, ലിമിറ്റഡ് സൈസ് ആൻഡ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ബോക്സ് ആണ് കാണാനായിട്ട് സാധിക്കുക. കോളം എ ആൻഡ് കോളം ബി. കോളം എ എന്ന് പറയുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫാമിലി. യൂണിവേഴ്സൽ, ലിമിറ്റഡ് സൈസ്, ഇമോഷണൽ ബോണ്ട് ആൻഡ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. യൂണിവേഴ്സൽ, ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് ബിയോണ്ട്. യൂണിവേഴ്സൽ മീൻസ് ബിയോണ്ട് ദ ബൗണ്ടറീസ് ഓഫ് നേഷൻ ആൻഡ് ലാംഗ്വേജ്. അതാണ് ആദ്യത്തെ. രണ്ടാമത്തെ ലിമിറ്റഡ് സൈസ്, ലെസ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ ഫാമിലി. Then third one, emotional bond. അതിന്റെ ഉത്തരം love, affection, feeling of security. Fourth one, sense of responsibility, carrying out duties. അപ്പോൾ ഇതിന്റെ ഓരോരുത്തരുടെ അർത്ഥം ഞാൻ ഇത് എടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണുള്ളത്. അപ്പോൾ നിങ്ങളിത് മാച്ച് ചെയ്യണം. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്, അതായത് ഫീച്ചേഴ്സ് ഓഫ് എ ഫാമിലി എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് എ ഫാമിലി. ഇപ്പൊ നമ്മള് ഫാമിലിയുടെ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് ഫാമിലിയുടെ ഫങ്ഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ 4 ഫങ്ഷൻസ് ആണ് ഫാമിലിക്ക് ഉള്ളത്. ആദ്യത്തെ, വാട്ട് ആർ യുവർ ബേസിക് നീഡ്സ്? നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഫുഡ്, ക്ലോത്ത് ആൻഡ് ഷെൽട്ടർ, അല്ലെ? ഭക്ഷണം, വസ്ത്രം, താമസിക്കാൻ ഒരു സ്ഥലം. ഇതൊക്കെയാണ് നമ്മുടെ അത്യാവശ്യമായ ഘടകങ്ങൾ. ഈ യൂഷ്വലി ഓൾ ദീസ് നീഡ്സ് ആർ മെറ്റ് ബൈ ഫാമിലി. നമുക്ക് ഈ ഫുഡ്, ക്ലോത്ത്, അതുപോലെ തന്നെ ഷെൽട്ടർ, ഇതൊക്കെ നമുക്ക് തരുന്നത് ആരാണ്? ഫാമിലിയാണ്. നെക്സ്റ്റ് വൺ, അടുത്തതെന്ന് പറയുകയാണെങ്കിൽ മ്യൂച്വൽ ലവ് ആൻഡ് കോപ്പറേഷൻ ദാറ്റ് എക്സിസ്റ്റ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി മോൾഡ് ദ പേഴ്സണാലിറ്റി. നമ്മുടെ സ്വഭാവം മെച്ചപ്പെടുത്തുന്നത്, അതായത് നമ്മുടെ പേഴ്സണാലിറ്റി മെച്ചപ്പെടുത്തുന്നത് മ്യൂച്വൽ ലവ് ആൻഡ് കോപ്പറേഷൻ. അതായത് നമ്മൾ മറ്റുള്ളവരോട് ഒന്ന് ഒത്തൊരുമയോട് കൂടി, അതായത് സഹകരിച്ചുകൊണ്ട്, അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ലൈഫ്. അടുത്തത്, an individual's behavior changes as he grows older. ഒരാൾ വളരുമ്പോൾ ആളുടെ ഉള്ളിലത്തെ ബിഹേവിയർ, ഓരോ പെരുമാറ്റങ്ങൾ ആളുടെ ഉള്ളിലത്തെ, ഇപ്പോൾ ആള് വലുതാകുമ്പോൾ ആള് നല്ലതാണോ ഗുഡാണോ ബാഡാണോ നമുക്ക് അറിയാൻ പറ്റില്ല. അതായത് ഡിസിപ്ലിൻ, മാനേഴ്സ്, ഹോണസ്റ്റ്, അയാൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് വലുതാവുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ആൻഡ് ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ചേഞ്ചസ്, ഒരാളുടെ വ്യക്തിത്വം വലുതാവുമ്പോൾ മാറുമ്പോൾ ക്വാളിറ്റീസ് സച്ച് ആസ് ഡിസിപ്ലിൻ, മാനേഴ്സ്, ഷെയർ ആൻഡ് കെയർ, ഹോണസ്റ്റ് എക്സെട്ര ഫ്രം അവർ ഫാമിലി. അപ്പൊ നമ്മൾ ഒരാൾ വലുതാവുമ്പോൾ ആളുടെ ചുറ്റുപാടുകളിൽ എന്തായിരുന്നു, അതൊക്കെയാണ്, ആ ക്വാളിറ്റീസുകളാണ് അയാളുടെ ഉണ്ടായിരിക്കുക. അതായത് ഡിസിപ്ലിൻ, നല്ല അച്ചടക്കത്തോടു കൂടി, നല്ല മാനേഴ്സ്, മറ്റുള്ള ആൾക്കാരുമായി പങ്കുവയ്ക്കാൻ പഠിക്കുക, മറ്റുള്ളവരെ നല്ലോണം ശ്രദ്ധിക്കുക, അതുപോലെ സത്യസന്ധത ആയിരിക്കുക.
ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഫാമിലിയിൽ നിന്നാണ്. അത് നമ്മുടെ റോൾ മോഡൽസ് ആയ പാരന്റ്സിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതേപോലെ തന്നെ ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി. യു വിൽ ഗെറ്റ് ദ ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി അറ്റ് ഹോം ദാൻ എനി അതർ പ്ലേസ്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലമായിരിക്കുമ്പോൾ നമുക്ക് ചില സന്ദർഭങ്ങളിൽ പേടി തോന്നി വരാം. പക്ഷെ നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് ഒരു സേഫ്റ്റിയാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും എത്രയൊക്കെ സേഫ്റ്റി അല്ലെങ്കിൽ എത്രയൊക്കെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാലും വീടിനെക്കാട്ടും വലിയ സെക്യൂരിറ്റി നമുക്ക് എവിടെയും കിട്ടില്ല. അതേപോലെ ഒരു ഫീലാണ് നമുക്ക് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുക. ഫാമിലി എൻഷുവേഴ്സ് സേഫ്റ്റി ആൻഡ് പ്രൊവൈഡ് us with the feeling of security. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി നമുക്ക് തരുന്ന ആ ഒരു എന്താ പറയാ സേഫ്റ്റി ആണ്. അതാണ് നമുക്ക് നമ്മുടെ വീട് ഏറ്റവും പ്രിയപ്പെട്ടതാക്കുന്നത്, നമ്മുടെ ഫാമിലിനെ ഏറ്റവും പ്രിയപ്പെട്ടതാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തൊക്കെയാണ് the functions of the family. First one, basic needs, that is such as food, clothes and shelter. Second one is feeling of security, that is family ensures safety and provide us with the feeling of security. Next one is behavior patterns. An individual's behavior changes as he grows. Some qualities will come, that is such as discipline, manners, share and care, honest, etc. are from our family. Next one is love and affection, that is mutual love and cooperation among the family mold the personality. So നമുക്ക് നോക്കാം. What are the functions of a family? Basic needs, feeling of security, behavior patterns. Fourth one is love and affection and etc. സോ നമുക്ക് ഇവിടെ ഒരു ഫ്ലവർ കാണാം. അതിലെ ഫങ്ഷൻസ് ഓഫ് എ ഫാമിലി ആണുള്ളത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ബേസിക് നീഡ്സ്, ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി, ബിഹേവിയർ പാറ്റേൺസ്, ലവ്, അഫെക്ഷൻ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. Observe the picture above and write down the functions of a family in the columns provided. നമ്മളിവിടെ മുകളിലത്തെ പിക്ചർ നമ്മൾ കണ്ടു. ആ പിക്ചർ ബേസ് ചെയ്തിട്ട് അടിയിലുള്ള ലൈൻസുകൾ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഫംഗ്ഷൻസ് വെച്ചിട്ട് വേണം നമ്മളിത് ഏത് ഫംഗ്ഷൻ ആണ് കറക്റ്റ് ഈ സെന്റൻസിന് നേരെ വരാൻ നോക്കാം. നമിത ഈസ് വെയിറ്റിംഗ് ഫോർ ഹെർ സ്കൂൾ ടു റീഓപ്പൺ. ഹെർ ഫാദർ ഹാസ് ബോട്ട് ഹെർ സ്റ്റഡി മെറ്റീരിയൽസ്. നമിത അവളുടെ സ്കൂള് തുറക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. അവളുടെ അച്ഛൻ അവൾക്ക് പഠനത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ അത് ഏത് ഫംഗ്ഷനിലാണ് പെടുക? അതായത് ബേസിക് നീഡിലാണ് പെടുക, ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റിയിലാണ് പെടുക, ലവ് എഫെക്ഷനിലാണ് പെടുക, ബിഹേവിയർ പാറ്റേൺസിലാണ് പെടുക. സ്കൂള് തുറക്കുമ്പോൾ ആ കുട്ടിയുടെ ഒരു അവകാശമാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവളുടെ ബേസിക് നീഡാണ് അവൾക്ക് പഠിക്കാനുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അച്ഛൻ വാങ്ങിക്കൊടുത്തു. സോ അത് ബേസിക് നീഡ് എന്ന് പറഞ്ഞ കോളത്തിലാണ് പെടുക. നെക്സ്റ്റ് സെന്റൻസ്, Meenu's mother prepared for her favorite dessert on her birthday. അവളുടെ അമ്മ അവളുടെ ബർത്ത്ഡേക്ക് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കേക്ക് തന്നെ ഉണ്ടാക്കി കൊടുത്തു. അവളുടെ അമ്മ എത്ര ബിസിയാന്ന് പറഞ്ഞാലും കുറെ ജോലികളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവളുടെ അമ്മ അവൾക്ക് ഇഷ്ടപ്പെട്ട ഡെസേർട്ട് തന്നെ അവളുടെ ബർത്ത്ഡേക്ക് കൊടുത്തു. എന്തുകൊണ്ടായിരിക്കാം? അത് അവളുടെ ബേസിക് നീഡ് അല്ല. അതായത് അവളുടെ ഫേവറേറ്റ് സാധനം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു ബേസിക് നീഡ് അല്ല. അത് ബിഹേവിയർ പാറ്റേണിലും പെടുന്നില്ല. ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി അല്ല. ലവ് ആൻഡ് അഫെക്ഷൻ. അമ്മ എത്ര തിരക്കാന്ന് പറഞ്ഞാലും അമ്മ അവൾക്ക് അവളുടെ ബർത്ത്ഡേക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ടതിന് ഉണ്ടാക്കി കൊടുത്തു. അവളോട് സ്നേഹം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. സോ അവിടെ ലവ് ആൻഡ് അഫെക്ഷൻ എന്ന് വേണം എഴുതാൻ. അടുത്തത് ഗ്രാൻഡ് ഫാദറിന്റെയാണ്. ഇനി അടുത്ത രണ്ടെണ്ണം കൂടി ഉണ്ട്. അതായത് ഗ്രാൻഡ് ഫാദർ റിമൈൻഡ്സ് us of the need for respecting elders and being friendly towards others. എപ്പോഴും അപ്പാപ്പൻ എന്താ ചെയ്യാറ്? നമ്മളോട് പറയുന്നത് എല്ലാ മുതിർന്നവരെയും നമ്മൾ ബഹുമാനിക്കണം, അവരായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം എന്നുള്ള ഈ കാര്യം എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മുടെ സ്വഭാവത്തിലെ നല്ല ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവാനായിട്ടാണ്. ഒരാള് നമ്മളെ നേർവഴിക്ക് നടത്തുമ്പോൾ നമ്മളത് കേൾക്കണം. ഇപ്പോൾ ഈ ഗ്രാൻഡ് ഫാദർ പറയണത് നീ എല്ലാവരെയും ബഹുമാനിക്കണം, എൽഡേഴ്സിനെ ബഹുമാനിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉണ്ടാവുന്ന നല്ലൊരു ബിഹേവിയർ ആയിരിക്കും, ഗുഡ് ക്വാളിറ്റീസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെ ബിഹേവിയർ പാറ്റേൺസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് വരിക. When Nisha met with an accident on her way to school, the first thing she demanded was to take her home. നിഷയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ
സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ അവൾ ഹോസ്പിറ്റലിലേക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് ഇന്ന സ്ഥലത്തേക്ക് പോകണം, എനിക്ക് ഇന്നത് വേണം എന്നല്ല അവൾ പറഞ്ഞത്. അവൾ പറഞ്ഞത് എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അവൾക്ക് ഫാമിലി അത്രയും സേഫ്റ്റിയും സെക്യൂരിറ്റി അവിടെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഫാമിലി തന്നെ നോക്കും എന്ന ആൾക്ക് കുറച്ച് വിശ്വാസമുണ്ട്. നമ്മൾ എവിടെ ആയിരുന്നാൽ പോലും നമുക്ക് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ഒപ്പം ഇരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക തരം ഫീലാണ് തോന്നുന്നത്, ഒരു സെക്യൂരിറ്റി, ഒരു സേഫ്റ്റിയാണ് നമുക്ക് കിട്ടുക. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ആ ഫംഗ്ഷൻ വരിക ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി എന്നുള്ളതാണ്. ഇതോടുകൂടി നമ്മുടെ തേർഡ് ലെസൺ അവർ ഫാമിലി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമുക്ക് സമ്മറി ഉണ്ട്. സമ്മറിയിൽ ഉള്ള എല്ലാ പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് പോയിന്റ്, ഫാമിലി ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. സെക്കൻഡ് പോയിന്റ്, എ ഫാമിലി ഈസ് ഫോംഡ് ബൈ ബ്ലഡ് റിലേഷൻ, ബൈ മാരേജ് ഓർ ബൈ അഡോപ്ഷൻ. നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ഫാമിലി ഈസ് ഡിവൈഡഡ് ഇൻടു 3 ന്യൂക്ലിയർ ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലി, ജോയിന്റ് ഫാമിലി. ഈ ന്യൂക്ലിയർ ഫാമിലിനെ സ്മോളും എക്സ്റ്റെൻഡഡ് ഫാമിലിനെ ലാർജ് ഫാമിലി എന്നും പറയും. The major features of a family are universal emotional bond, limited size and sense of responsibility. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് വൺ, the functions of a family are to ensure security to its members, provide basic needs, give love and affection and cultivate good qualities in them. അതായത് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തതാണ്, എല്ലാവർക്കും സെക്യൂരിറ്റി കൊടുക്കുക, ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുക, ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ, അതേപോലെ തന്നെ നല്ല നല്ല ക്വാളിറ്റീസുകൾ ഉണ്ടാക്കി കൊടുക്കുക, അതേപോലെ തന്നെ ലവും എഫെക്ഷനും, അതായത് മ്യൂച്വൽ ലവ് ആൻഡ് കോപ്പറേഷൻ. ഇനി നമുക്കവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് പഠിച്ചിരിക്കുന്ന നല്ലതാണ്. ഇതുപോലത്തെ ചോദ്യങ്ങളായിരിക്കും മിക്കത് എക്സാംസിന് വരിക. എക്സ്പ്ലെയിൻ ദാറ്റ് ഫാമിലി ഇസ് ദ ബേസിക്സ് ഓഫ് സോഷ്യൽ relationships and an important agency of personality development. നമ്മൾ ഈ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് ചോദ്യമാണ് ഫാമിലിനെ കുറിച്ചുള്ളത്. അതിൽ നോക്കിയാൽ നമുക്ക് കാണും, ഡിസ്ക്രൈബ് ദ ഡിഫറൻസ് വേ ഓഫ് ഫോർമേഷൻ ഓഫ് എ ഫാമിലി. നമ്മൾ പഠിച്ചതാണ് ഏതൊക്കെ രീതിയിലാണ് ഫാമിലി ഫോം ചെയ്യുന്നത് എന്നുള്ളത്. അത് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് എ ഫാമിലി. നമ്മൾ പഠിച്ചു, ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് ഫീച്ചേഴ്സ് ഓഫ് ഫാമിലി. അനലൈസ് ദ ഫംഗ്ഷൻസ് ഓഫ് എ ഫാമിലി. ഇന്നത്തെ ക്ലാസ്സിന് പഠിച്ചതാണ് എന്തൊക്കെയാണ് ഫാമിലിയുടെ ഫംഗ്ഷൻസ്. നമുക്ക് ഈ സമ്മറി നോക്കിയാൽ അതിൽ സമ്മറിയിൽ അതിനുള്ള 2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ നമുക്ക് അതിന് കാണാം. ബാക്കി നമുക്ക് ടെക്സ്റ്റ് ഓൾറെഡി ഞാൻ വായിച്ചതാണ്, ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അടുത്ത ഭാഗമാണ് ലെക്ടസാലസിസ്. ഇത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എന്നാണ് ഈ ലെക്ടസാലസിലുള്ളത്. പക്ഷെ ഇതൊന്നും നമ്മൾ ചെയ്തു നോക്കുന്നത് വളരെ നല്ലതാണ്. ആദ്യത്തെ അമ്മു എന്ന് പറഞ്ഞ കുട്ടി അവളുടെ പാരന്റ്സിന്റെ അടുത്ത് പോയിട്ട് അന്നത്തെ ദിവസം സ്കൂളിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങളും ഇതേപോലെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോ അതിനെ കുറിച്ചൊരു നോട്ട്, പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് അബൌട്ട് ഇറ്റ്. ഹൗ ഡു യു ഹെൽപ്പ് യുവർ പാരന്റ്സ് അറ്റ് ഹോം? ഹൗ ഡു യുവർ പാരന്റ്സ് ഹെൽപ്പ് യു? നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനെ എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത്, അവര് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത്? കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പാരന്റ്സ്, യുവർ ഡ്യൂട്ടീസ് ടുവേർഡ്സ് ദം. അതായത് നിങ്ങൾ പാരന്റ്സ് എങ്ങനെ സഹായിക്കുന്നു, അതായത് എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളത് ഈ കോളത്തിലും, അതേപോലെ തന്നെ പാരന്റ്സ് നിങ്ങൾ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളത് റെസ്പോൺസിബിലിറ്റി ഓഫ് പാരന്റ്സ് എന്ന് പറഞ്ഞ കോളത്തിലായിരിക്കണം എഴുതേണ്ടത്. ഇതോടുകൂടി നമ്മുടെ തേർഡ് ലെസൺ അവർ ഫാമിലി അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു.